വടക്കാഞ്ചേരി വോട്ടുകോഴ വിവാദത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. ഇന്നു രാവിലെ 11:00 ബ്ലോക്ക് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള കോൺഗ്രസ് മാർച്ച്. ബ്ലോക്ക് ഓഫീസിന് മുൻപിൽ സംസ്ഥാന പാതയിൽ ബാരിക്കേഡുകൾ ഉയർത്തിയാണ് പോലീസ് മാർച്ച് തടഞ്ഞത്. ഇതോടെ തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ബാരിക്കേഡുകൾ തകർത്ത പ്രവർത്തകർ മുന്നേറാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്നും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഗതാഗതക്കുരുക്കിൽപ്പെട്ട ഇരുചക്രവാഹന യാത്രികരും നിരന്തരം ഹോണടിച്ച് പ്രതിഷേധമുയർത്തി. തുടർന്ന് ബാരിക്കേഡുകൾ പോലീസ് മാറ്റിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ബ്ലോക്ക് ഓഫീസ് ഗേറ്റിനു മുന്നിലേക്ക് പ്രകടനമായി നീങ്ങി. MP വിൻസെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതിനിടെ വടക്കാഞ്ചേരി കോഴ ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഇന്ന് സമർപ്പിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് തളി ഡിവിഷനിൽ നിന്ന് വിജയിച്ച EU ജാഫറിന്റെ മൊഴി വിജിലൻസ് എടുത്തിരുന്നു. കൈക്കൂലി വാങ്ങിയതായി നിലവിൽ വിജിലൻസിന് തെളിവ് ലഭിച്ചിട്ടില്ല. കേസെടുത്തുള്ള അന്വേഷണത്തിന് നിയമസാധ്യത പരിശോധിച്ച ശേഷമാവും റിപ്പോർട്ട് സമർപ്പിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 50 ലക്ഷം രൂപ CPIM വാഗ്ദാനം ചെയ്തതായി ജാഫറിന്റെ ഓഡിയോ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ മുൻ MLA അനിൽ അക്കരയാണ് വിജിലൻസിനെ സമീപിച്ചത്. മീഡിയ ടൈം, തൃശൂർ.